ഞാൻ ഒരിടത്ത് വായിച്ചതാണ്, എല്ലാ ഡിപ്രഷനും കണ്ണീരോടെ വരണം എന്നില്ല. ചിലത് ചിരിച്ചുകൊണ്ട് വരും, ചിലത് ഒരു ആഘോഷം പോലെ വരും, ചിലപ്പോൾ ഒരു പേപ്പർ പെർഫെക്റ്റ് ലൈഫ് പോലെയും വരാം. ഇതിൻ്റെ പേരാണ് ഹൈ ഫങ്ഷനിങ് ഡിപ്രഷൻ. പുറമെ എല്ലാം ഭദ്രം, പക്ഷേ ഉള്ളിനകത്ത് ശ്വാസം മുട്ടുന്നത് പോലെ. ഇത് പെട്ടെന്നുള്ള ഇടിമുഴക്കമോ മിന്നൽ പിണറോ അല്ല, ഇത് തോരാത്തൊരു ചാറ്റൽ മഴ പോലെയാണ്. ഒരു നിർത്താതെയുള്ള ഞരക്കം പോലെ. ഈ മനസ്സിൻ്റെ സ്പാർക്ക് അതെവിടെയോ അങ്ങ് മങ്ങിപ്പോയതുപോലെ. കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്, ഡെഡ്ലൈൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ട്, പ്ലാൻ ചെയ്തതെല്ലാം വിജയകരമായിട്ട് ചെയ്യുന്നുണ്ട്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഒരു പെർഫെക്റ്റ് സക്സസ്ഫുൾ ലൈഫ്. പക്ഷെ അവർക്കിത് വെള്ളത്തിനടിയിലൂടെ നടക്കുന്നത് പോലെയാണ്. ഓരോ സ്റ്റെപ്പും ഭാരിച്ചതായിട്ട് തോന്നുന്നു, എല്ലാം തെന്നിപ്പോകുന്നത് പോലെ തോന്നുന്നു. ഒരുതരം നിശബ്ദമായ തകർച്ച, ആർക്കും കാണാൻ പറ്റാത്തൊരു മടുപ്പ്, എത്ര ഉറങ്ങിയാലും മാറാത്തൊരു ക്ഷീണം. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് ചെയ്തിരുന്ന ഹോബികൾ പോലും ഒരു നേർച്ച, ഒരു കടമയായതുപോലെ. എല്ലാ നിറങ്ങൾക്കും ഒരു ചാരനിറം കലർന്നതുപോലെ. ക്ലിനിക്കലി ഇതിനെ പെർസിസ്റ്റന്റ് ഡിപ്രസീവ് ഡിസോർഡർ എന്ന് വിളിക്കുന്നു. ഇതൊരു ഐസ്ബർഗ് പോലെയാണ്. പുറമേ നിന്ന് എല്ലാവരും കാണുന്നത് ആ ഒരു പോളിഷ്ഡ് സർഫസ് മാത്രമാണ്. പക്ഷേ അതിന് താഴെ വേറെ ആർക്കും തിരിച്ചറിയാൻ പറ്റാത്തത്രയും വലിയൊരു ഭാരവുമായാണ് ഇവർ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചിന്തിക്കുമ്പോൾ എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ, പിന്നെ എനിക്കെന്താ ഇത്ര സങ്കടം? ആ ഒരു കുറ്റബോധമാണ് ഏറ്റവും ഭാരമേറിയതായിട്ട് തോന്നുക. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ നമുക്ക് വേണ്ടത് ഒരു തെറാപ്പിയാണ്, കൗൺസിലിംഗ്. എന്താ പറയുക, ഒരു റീസെറ്റ്. ശരീരത്തിന് അസുഖം വരുമ്പോൾ നമ്മൾ മരുന്ന് കഴിക്കാറില്ലേ? അതുപോലെ മനസ്സിന് ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമ്പോഴും നമ്മൾ ചിലപ്പോൾ മരുന്ന് കഴിക്കേണ്ടി വരും. ആ മരുന്നുകളും കൂടെ എടുക്കുമ്പോൾ റീസെറ്റിലേക്കുള്ള നമ്മുടെ ഈ യാത്ര കുറേ കൂടെ സ്മൂത്ത് ആവും. അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമുക്കിങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്ന് നമ്മൾ സ്വയം അക്സെപ്റ്റ് ചെയ്ത് അതിൽ നിന്നും പുറത്ത് വന്നേ പറ്റൂ എന്നുള്ളൊരു തീരുമാനം അത് നമ്മൾ എടുക്കണം. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ the journey becomes so much more easier. നിങ്ങൾക്ക് പറ്റും, ഈസി ആയിട്ട് നിങ്ങൾക്ക് പറ്റും.